കാസർഗോഡ് ജില്ലയിൽ ഭർതൃമതികളായ യുവതികളുടെ ആത്മഹത്യ തുടർക്കഥയാകുന്നത് ആശങ്ക ഉയർത്തുന്നതാണ്. ഒരാഴ്ചക്കിടെ മാത്രം 4 പേരാണ് ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. ഗാർഹിക പീഡന പരാതികളാണ് മിക്ക സംഭവങ്ങളിലും ഉയരുന്നത് എങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് കർശന നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. വിഷയത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നും ആവശ്യമുയരുന്നു. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഭർതൃമതികളായ 4 പേരാണ് ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയേണ്ടി വരും. ഫാത്തിമത്ത് സുബൈദ എന്ന് പറയുന്ന 27 വയസ്സുകാരിയാണ് കഴിഞ്ഞ ഞായറാഴ്ച ആസിഡ് കഴിച്ച്, അതായത് ഭർത്താവിൻ്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ ആസിഡ് കഴിച്ച് ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം സെറീന എന്ന് പറയുന്ന 24 വയസ്സുകാരി 4 വർഷം വിവാഹ വാർഷികം 4ാം വാർഷികം ആഘോഷിക്കുന്നതിനിടെ ഇത്തരത്തിൽ ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് അശ്വതി എന്ന് പറയുന്ന 24 വയസ്സുകാരി, അതായത് കാസർകോട്ടെ ഒരു നേഴ്സാണ്. ഇവരുടെ വിവാഹം കഴിഞ്ഞ് 3 ആഴ്ച മാത്രമേ ആയുള്ളൂ ജീവനെടുക്കുന്ന സാഹചര്യമുണ്ടായി. കർമ്മന്തൊടിയിലെ സൗവർണിക എന്ന് പറയുന്ന 41 വയസ്സുകാരിയാണ് ഏറ്റവും ഒടുവിലായി ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. എന്നാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും ഇതിൽ നിയമ നടപടി എത്രത്തോളം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നതും പരിശോധിക്കേണ്ടതുണ്ട്. ഇതിലാകെ ഇത്തരം സംഭവങ്ങളുണ്ടായിട്ടും ഇതിൽ സുബൈദയുടെ കേസിൽ മാത്രമാണ് ഭർത്താവായ ആദിലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. മറ്റ് കേസുകളിലൊന്നും തന്നെ പോലീസിന് 2 സംഭവങ്ങൾ, അതായത് സെറീനയുടെയും സുബൈദയുടെയും ഈ ജീവനൊടുക്കിയ സംഭവത്തിൽ അവരുടെ ഭർത്തൃ വീട്ടിലെ പീഡനമാണെന്ന് പോലീസിൽ എഫ്ഐആർ തന്നെ പറയുന്നുണ്ട്. മറ്റ് 2 ആത്മഹത്യകളിലും എന്താണ് കാരണമെന്ന് പോലും പോലീസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കർശനമായ നടപടികൾ വേണമെന്നൊരു ആവശ്യമാണ് വരുന്നത്. നമ്മോടൊപ്പം നാഷണൽ വുമൻസ് ലീഗ് സംസ്ഥാന സെക്രട്ടറി അസീന തന്നെ ചേരുകയാണ്. ഈ തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി അതെങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഒരു പ്രവർത്തനം ഇല്ല എന്ന് തന്നെ പറയാം. നമുക്കെല്ലാ സൗകര്യങ്ങളുണ്ട്, എല്ലാ സിസ്റ്റമുണ്ട്, പക്ഷേ അതിന് കാര്യക്ഷമമായ പ്രവർത്തനം നടക്കുന്നില്ല. വനിതാ സെല്ലുണ്ട്, വനിതകൾക്ക് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഒരുപാട് നിയമങ്ങളുണ്ട്, സിസ്റ്റമുണ്ട്, പക്ഷേ കാര്യക്ഷമമായ പ്രവർത്തനം നടക്കില്ല. പ്രത്യേകിച്ചിട്ട് കാസർഗോഡ് എന്ന് പറയുന്നത് ഒരു പിന്നോക്ക ജില്ലയാണ് എന്നാണ് പറയപ്പെടുന്നത്, പിന്നോക്ക ജില്ലയെന്ന്. പ്രത്യേകിച്ച് ആ ഒരു ജില്ലയിൽ ഒരു ചിറ്റമ്മ നയം ഈ ഒരു കാര്യത്തിലും ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. കാരണം ഒരാഴ്ചയിൽ ഇത് 4ാമത്തെ ആത്മഹത്യയാണ്. അപ്പോൾ ഈ ഒന്ന് ശരിയാക്കാത്ത പോലെ മറ്റേതും കൂടി ഉണ്ടാകുന്നത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പം ഈ ഒരു സമയത്ത് തന്നെ ഒന്നുകൂടി അറിയാനിടയായി. കാറെടുക്കുക സൗപർണിക സുഫൈദാൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അവരൊരു പ്രണയ വിവാഹം ആയിരുന്നു എന്നാണ് അറിയാൻ പറ്റിയത്. സ്ത്രീധനം ചോദിച്ചുകൊണ്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്ന അന്ന് പോലും ശാരീരിക പീഡനം അനുഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഭർത്താവിൻ്റെ വീട്ടുകാരും കൂടി കുട്ടിയെ മർദ്ദിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ആരൊക്കെയാണ് അതിന് ഉത്തരവാദികൾ? നമുക്ക് ഉറപ്പാകുന്ന നീതി ആ കുട്ടിക്ക് കിട്ടണം. അതുകൊണ്ട് എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, അർഹിക്കുന്ന ശിക്ഷ കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ സാമൂഹ്യക്ഷേമ മന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നുണ്ട്, പരാതി കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ഞങ്ങൾ ഈ കുട്ടികളുടെ നീതിക്ക് വേണ്ടി ഞങ്ങൾ അവരോടൊപ്പം തന്നെ ഉണ്ടാകും. എന്തായാലും സാമൂഹ്യക്ഷേമ വകുപ്പ് ഉൾപ്പെടെ ഇതിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത്. ബോധവൽക്കരണം ഇതിൽ ഏറ്റവും പ്രധാനമാണ്. അതോടൊപ്പം ഇതിൽ നിയമ നടപടി ശക്തമാക്കണമെന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ ഉയരുന്നു. കാസർഗോഡ് നിന്നും KV ബൈജു, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.